നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമുക്കറിയാം, നമ്മൾ കുഞ്ഞു മക്കളുള്ള വീടുകളിൽ മിക്ക കുഞ്ഞുങ്ങളും വീഴാണ്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കരധികം അങ്ങനെ സംഭവിക്കാറില്ല. അപ്പോൾ തലയിടിച്ച് കുഞ്ഞുങ്ങൾ വീണാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ വീണ ഉടനെ തന്നെ എല്ലാ പാരൻസ് പാനിക്കാവും അല്ലേ? എന്താ ചെയ്യേണ്ടത്, CT എടുക്കണോ അതോ ഒബ്സർവേഷൻ മതിയോ എന്നുള്ളൊരു തോട്ടിലേക്ക് പോകും. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു കൺസേൺ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, മെക്കാനിസം ഓഫ് അവർ എങ്ങനെയാണ് വീണത് എന്നുള്ളത്, അവരുടെ ആ മെക്കാനിസം ഓഫ് ഇഞ്ചുറി, അവർക്ക് എങ്ങനെയാണ് ആ ഒരു ഇഞ്ചുറി പറ്റിയത് എന്നുള്ളത്. രണ്ടാമതും അവരുടെ ബിഹേവിയർ, അതായത് വീണതിന് ശേഷം അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ എങ്ങനെയാണ് എന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾ ചിലപ്പം വലിയ ഹൈറ്റിൽ നിന്നൊക്കെ വീഴുകയും അല്ലെങ്കിൽ തല ഒന്ന് തട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങൾ അധികമായിട്ട് ഒമിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫീഡിങ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ടയേർഡ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹോം ഒബ്സർവേഷൻ മതിയായിരിക്കും. അത് ഡിപ്പെൻസ്, നമുക്ക് നോക്കണം, അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പീഡിയാട്രിഷ്യനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങളിൽ ചിലപ്പം വീണ് കഴിഞ്ഞിട്ട് മുറിയും, ബ്ലീഡിങ് ചിലപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ചിലപ്പോൾ ഒമിറ്റിംഗ് ഇല്ലായിരിക്കാം, ഒമിറ്റിംഗ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും, ഒമിറ്റിംഗ് ചെയ്യാറില്ലായിരിക്കും, ടയർഡ്നെസ് കാണില്ല, ഫീഡിങ് പ്രോപ്പറായിട്ടുണ്ട്. പക്ഷേ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് CT അല്ലെങ്കിൽ ഒബ്സർവേഷൻ വേണ്ടി വരാൻ ഉള്ള ചാൻസസ് ഉണ്ട്. സോ അത് അങ്ങനെ ബ്ലീഡിങ് തലയിൽ മുഴച്ചിരിക്കുക, നന്നായിട്ട് ഹാർഡായിട്ട് മുഴച്ചിരിക്കുക, അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ഒന്നും തിരുമുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോകുന്നില്ല എന്നൊക്കെ, ഇപ്പം തലയ്ക്ക് ഇടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങിപ്പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കണം, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസേൺ ആണ്, കുഞ്ഞിക്ക് ചിലപ്പോൾ CTയോ എന്തെങ്കിലും എടുത്തു നോക്കേണ്ടത് ആവശ്യമായിട്ട് വരും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്ലീഡിങ് ഉണ്ട്, കുഞ്ഞ് ഫറ്റീഗാണ്, ഭയങ്കരമായിട്ട് തളർച്ചയാണ്, ഫീഡിങ് ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഫീഡ് എടുക്കുന്നില്ല, എക്സസീവായിട്ടുള്ള ക്രൈയിങ് ആണ്, അവർ ഉറക്കിയാലും ഉറങ്ങുന്നില്ല, മീൻസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉറക്കിയാലും ഉറങ്ങുന്നില്ല, കരച്ചിൽ നിർത്താണ്ടിരിക്കുകയാണ്, അവർ ആക്റ്റീവ് അല്ല, എപ്പോഴും പോലെ ഒരു ആക്റ്റീവ് അല്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കൺസേൺ ആണ്. കാരണം എന്തെങ്കിലും ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. സോ അങ്ങനത്തെ ഈ ഒരു തേർഡ് കേസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു 3 രീതിയിലും കുഞ്ഞുങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള പീഡിയാട്രിഷ്യനെ നിങ്ങൾ കാണിക്കുക. അത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രം ഇരിക്കരുത് എന്നുള്ളതാണ്. അടുത്ത് ഏതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ഫസ്റ്റ് എയ്ഡ് എന്താണെന്നുള്ളത് അത് ചെയ്യിക്കുക. കൃത്യമായിട്ട് ചിലപ്പോൾ ചെല്ലുന്ന സമയം ചിലപ്പോൾ CT അങ്ങനത്തെ കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഒമിറ്റിംഗ് ഒക്കെ കണ്ടിന്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 24 hours ഒരു ഒബ്സർവേഷൻ ഡോക്ടർ പറയുമായിരിക്കും. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യാനും നോക്കുക. ആ ഒബ്സർവേഷൻ സമയത്ത് വീണ്ടും വൊമിറ്റിംഗ് ഉണ്ട്, കുഞ്ഞ് വീണ്ടും ആക്റ്റീവ് ആകുന്നില്ല, ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടും ആക്റ്റീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ CT അങ്ങനെ പോകേണ്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയാണ് നമ്മൾ കുഞ്ഞുങ്ങൾ തലയിടിച്ച് വീണാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ആദ്യം പറഞ്ഞത് നമുക്ക് അത്ര ഹോംലി ഒബ്സർവേഷൻ മതിയായിരിക്കും. സെക്കൻഡ് വൺ, തേർഡ് വൺ പറഞ്ഞത് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കണം. ചിലപ്പോൾ CT അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കേണ്ടി വരുമായിരിക്കും. അപ്പം മദേഴ്സ് ആണെങ്കിൽ, പാരൻസ് ആണെങ്കിൽ നമ്മൾ പാനിക് ആവുകയല്ല വേണ്ടത്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് തന്നെ കൊടുത്താൽ മതിയാവും. ബാക്കിയുള്ള ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. താങ്ക് യു.